നമസ്കാരം. വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈസി കെമിസ്ട്രി എന്നൊരു ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. അത് ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുൻപിൽ നമ്മൾ എത്തിക്കും. പഠനവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇൻഷുറൻസ് മേഖല ആയിട്ട് ബന്ധപ്പെട്ടതും നമ്മളിവിടെ അവതരിപ്പിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കമ്പസ്റ്റിൻ്റെ തുടർച്ചയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കമ്പസ്റ്റിൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ സമീകരണത്തെ കുറിച്ചുമായിരുന്നു നമ്മൾ, അഥവാ ബാലൻസിങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് മീഥെയിൻ്റെ ആയിരുന്നു. അതിൽ ഭിന്നകമായിട്ട് വരുന്നത് ആയിരുന്നില്ല. എന്നാൽ ഭിന്നകം വരുന്ന ഒരു തരത്തിൽ, അഥവാ ഫ്രാക്ഷൻ വരുന്ന ഒരു സമീകരണം എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഈഥെയ്ൻ എന്ന് പറയുന്ന ഹൈഡ്രോകാർബണിനെ എങ്ങനെ ജ്വലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രക്രിയ എന്താണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈഥെയ്നെ നമ്മൾ ജ്വലനം ചെയ്താൽ, ജ്വലനം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായിട്ടുള്ള രാസപ്രവർത്തനമാണ് ഉണ്ടാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് സമീകരണം ഒന്ന് നോക്കാം. ഇതാണ് ഈഥെയ്നിന്റെ സമവാക്യം. ഈഥെയ്നിന്റെ സമവാക്യം C2H6 എന്നാണ്. ഇതാണ് ഈഥെയ്ൻ. ഈഥെയ്നെ ജ്വലനത്തിന് വിധേയമാക്കുക അല്ലെങ്കിൽ കമ്പസ്റ്റിന് വിധേയമാക്കുമ്പോൾ രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഉണ്ടാവുക. ഇതും നമുക്ക് നേരത്തെ സമീകരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റന്റ് എന്ന് ഇംഗ്ലീഷിലും, ഇപ്പുറത്തെ ഭാഗം മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്ന് മലയാളത്തിലും പറയുന്നു. അപ്പൊ ഇതിന്റെ എണ്ണം തുല്യമാക്കുക എന്നുള്ളതാണ് സമീകരണം. നേരത്തെ പറഞ്ഞ സമീകരണം പോലെ തന്നെ രണ്ട് കാർബൺ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിയപ്പോൾ ഇപ്പുറത്തെ വശത്ത്, അതായത് ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് നോക്കിയപ്പോൾ ഒരു കാർബൺ മാത്രമേ കാണുന്നുള്ളൂ. അതിനെ രണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ചേർത്ത് കൊടുത്തു. അങ്ങനെ കാർബണിന്റെ കാര്യം ഈ ഭാഗത്ത് തുല്യമായി. രണ്ട് ഭാഗത്തും കാർബൺ തുല്യമാണ്. അഭികാരങ്ങളുടെ ഭാഗവും ഉൽപ്പന്നങ്ങളുടെ ഭാഗവും അഥവാ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്ട്സ്, the number of carbon in the reactant and the products are same, and we are going to balance the hydrogen in the reactant side is 6, here only 2, we have to change this 2 into 6. ഈ ഭാഗത്ത് ഹൈഡ്രജൻ 6 എണ്ണമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 2 ആണ്. 2നെ 6 ആക്കണം എന്നുള്ളതാണ്. 2നെ 6 ആക്കാൻ ഏറ്റവും ലളിതമായ മാർഗം ഇവിടെ 3 ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ 3 ചേർത്തപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം തുല്യമായി 3 × 2 6, അതാ ഇവിടെ 6 എണ്ണം ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിലെ ഹൈഡ്രജനെയും കാർബണെയും നമ്മൾ രണ്ട് ഭാഗത്തും സമീകരിച്ച് കഴിഞ്ഞു യഥാർത്ഥത്തിൽ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ സമീകരണം കിടക്കുന്നത് ഓക്സിജനിലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓക്സിജനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉൽപ്പന്നങ്ങളിൽ നിന്ന് എവിടേക്ക് പോകണം, അഭികാരത്തിലേക്ക് പോകണം എന്നുള്ള ആശയം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇവിടെ നോക്കുന്നു, ഓക്സിജന്റെ എണ്ണം ഇവിടെ 2 × 2 4 ഓക്സിജനും +3 4 + 3 എന്ന് പറയുന്ന 7 ഓക്സിജനാണ് ഇവിടെ കാണുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് അഥവാ റിയാക്ടന്റിന്റെ ഭാഗത്ത് 7 ഓക്സിജൻ ഉണ്ട്. 7 വന്നാൽ 7ന്റെ പകുതി എന്ന് പറയുന്നത് ഒരു ഭിന്നകമാണ്, നിങ്ങൾക്കറിയാം, അഥവാ ഫ്രാക്ഷൻ ആണ്. 7ന്റെ പകുതി 3.5. ആ 3.5 നമ്മൾ നേരെ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. 3.5 3.5 എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ ഇതിന്റെ സമീകരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ. എന്നാൽ ഇതിന്റെ അര കളയുന്നതിന് വേണ്ടി, ഫ്രാക്ഷണൽ ഫോം കളയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ ഭിന്നകം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൊത്തം സമവാക്യത്തെ 2 കൊണ്ട് ഗുണിക്കുന്നു, അഥവാ മൾട്ടിപ്ലൈഡ് ദിസ് ഹോൾ ഇക്വേഷൻ ഇൻറ്റു 2. സോ 2 എന്നുള്ളത് ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് എഴുതുമ്പോൾ സംഭവിക്കുന്നത് 2C2H6 എന്ന് വരും. ആ ഭാഗം ക്ലിയർ ആണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ 2 കൊണ്ട് 3.5നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 3.5 എന്ന് പറയുന്നത്, 3.5ന്റെ 2 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 3 3 6 അരയും 1 അങ്ങനെ 7 എന്ന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതിനെ ഞാൻ ഇവിടെ കാണിക്കാം. 3.5 എന്നുള്ള ഒരു മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ ഉടനടി 3 × 2 + 1 / 2 that is 6 + 1/2 that is 7/2 എന്ന് ഞാൻ കൊടുക്കും. ഈ 7/2നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. 7/2 × 2 എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഈ ടൂവും ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെ 7 ആയി മാറുന്നു. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 7 എന്ന് എഴുതി 7O2. തുടർന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അടുത്ത ഈ രണ്ടും തമ്മിൽ ഗുണിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ ഭാഗം അഥവാ പ്രൊഡക്ട്സിന്റെ ഭാഗം. സോ 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 4CO2 കണ്ണടച്ചെഴുതാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് 2 കൊണ്ട് 3 ചെയ്യുന്നതാണ്. പ്ലസ് 6H2O. ഇത് യഥാർത്ഥത്തിൽ സമീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ശ്രമകരമായ ദൗത്യം. അതിൽ 2 into 2 4 കാർബൺ ആണ്. 4 കാർബൺ വ്യക്തമാണ്. അതേപോലെ 6 into 2 എന്ന് പറയുന്നത് 12 ആണ്. 12 ഹൈഡ്രജനും ഇവിടെ വ്യക്തം. അവസാനം സമീകരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് അഭികാരകത്തിലേക്ക് പോയ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ നിന്ന് റിയാക്ടന്റിലേക്ക് പോയതാണ് ശ്രദ്ധിക്കേണ്ടത്. 4 into 2 8. 8 plus 6 14. 8 plus 6 14 ആണ്. 14 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് നോക്കൂ. 7 into 2 14. വളരെ പ്രധാനപ്പെട്ട ഒരു സമീകരണമാണിത്. ഇതിന് പലപ്പോഴും പല എഴുതുകളിലും പല സമവാക്യങ്ങൾ വെച്ചിട്ട് n എന്നൊക്കെ പറഞ്ഞ സമവാക്യങ്ങൾ വെക്കുന്നു. ഒരിക്കലും ഒരു സമവാക്യവും ആവശ്യമില്ല. വളരെ ലളിതമായി ഇത് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ ഇരുന്ന് ചെയ്തു നോക്കുക. അറിയില്ല എങ്കിൽ അത് നമുക്ക് ഇതിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.